هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون وأطيعوا الله وأطيعوا الرسول فاحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين صدق الله العلي അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി, അതായത് അള്ളാഹുവിന്റെ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അവന്റെ സ്വർഗത്തിലെ മഹനീയമായ സ്ഥാനം അലങ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നിഷിദ്ധമാക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വിശ്വാസിയായി തീരുന്നത്. അത് സ്വന്തത്തിലും കുടുംബത്തിലും മാത്രമല്ല, സമൂഹത്തിലും രാജ്യത്തും മാത്രമല്ല, ലോകക്രമത്തിൽ ഉൾപ്പെടെ അത് നിഷിദ്ധമാക്കാനുള്ള എല്ലാവിധ അവനവന് കഴിയുന്ന ശ്രമവും നടത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. കേരളത്തിൽ നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വലിയ വിവാദമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ലഹരി എന്ന് പറയുന്ന സംഗതിയുടെ വീര്യം കുറച്ച് വ്യാപകമാക്കാനും അതേപോലെ അതിന്റെ നികുതി കുറച്ച് വ്യാപകമാക്കുവാനും ഒക്കെ ഉള്ള ശ്രമവും തീരുമാനവും. ഒരു ഭാഗത്ത് അത് നടത്തുമ്പോൾ മറുഭാഗത്ത് മയക്കുമരുന്നിനെതിരെ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു വൈരുദ്ധ്യമായ പ്രവർത്തനം. ഇത്
നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയും ഓരോരുത്തർക്കും അവനവൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പ്രതികരിക്കുവാൻ ശേഷിയുള്ള, കഴിവുള്ള, അവസരമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചില ശബ്ദങ്ങൾക്ക് വലിയ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം അതിൽ ഇസ്ലാമികമായ അള്ളാഹുവിൻ്റെ ദീനും ഖുർആനും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എവിടെയാണ്, നമ്മൾ നിൽക്കുന്ന പ്രതികരിക്കുന്ന പാർട്ടിയും സംഘങ്ങളും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആത്മവിചാരം നടത്തുക, ആത്മപരിശോധന നടത്തുക എന്ന് പറയുന്നത് തികച്ചും നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹറാമ് ഹലാലുകളോട് നിലപാട് സ്വീകരിക്കാത്തവൻ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും, എത്ര തന്നെ മറ്റ് ഇബാദത്തുകൾ കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിൽ നിന്നും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കേണ്ടത്. നമുക്കറിയാം, മനുഷ്യകുലത്തെ അള്ളാഹു ആദരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവന്റെ വിശേഷ ബുദ്ധിയാണ്, അഖൽ എന്ന് പറയും. അതാണ് അവനെ മറ്റ് ജന്തു ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ബാക്കി കുറെ കാര്യങ്ങൾ വന്നു ചേരുന്നത്. അവന് അസത്യവും അസത്യവും വേർതിരിച്ചറിയുവാനും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുവാനുമുള്ള കഴിവ്, ആ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തി ഉന്നതമായ തലത്തിലേക്ക് മുന്നേറാനുള്ള ശേഷി, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബുദ്ധി ശക്തിയിൽ, കഴിവിൽ, വിശേഷ ബുദ്ധിയിൽ. ആ ബുദ്ധിയെ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അല്ലെങ്കിൽ പരീക്ഷണോപാധിയെ അട്ടിമറിക്കുക എന്നതാണ് ലഹരിയിലൂടെ സംഭവിക്കുന്നത്. ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, ഉപയോഗിക്കാം, കുഴപ്പമില്ല, കുറച്ചൊക്കെ ആവാം എന്നൊരുത്തൻ ചിന്തിച്ചാൽ തന്നെ അവൻ കടുത്ത നിഷേധിയാണ്. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ ബുദ്ധിയെ മറിക്കാനുള്ള, വിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തെ ആദരിച്ച വിഭാഗമാണ്. ആ ആദരിച്ച മനുഷ്യകുലത്തെ, അവന്റെ ഏറ്റവും വലിയ വിശേഷ ബുദ്ധിയെ അട്ടിമറിക്കാം, ഒരു കുഴപ്പവുമില്ല, അതൊക്കെ നമ്മുടെ വരുമാന മാർഗമാണ്, നമുക്കൊരുപാട് സാധ്യതകൾ ഉള്ളതാണ്, അതുകൊണ്ട് എന്താണ് കുഴപ്പം, അല്പം വീര്യം കുറച്ച്, അതേപോലെ കുറച്ചൊക്കെ നികുതിയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കളഞ്ഞിട്ട് അതും വ്യാപകമാക്കി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഡീല് ഒക്കെ നടത്തുക എന്ന് പറയുന്നത് എത്ര ഗുരുതരമായ പാതകമാണ്. അൽഹംദുലില്ലാ, തൽക്കാലത്തേക്ക് അത് നിർത്തി വെച്ചിട്ടുണ്ട്, ചില പ്രതിഷേധങ്ങളൊക്കെ കാരണം. പക്ഷേ ഇതെത്ര ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം രംഗപ്രവേശനം ചെയ്തതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് പലിശയിൽ നിന്ന്, മനുഷ്യൻ ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന പലിശയിൽ നിന്ന്, സ്വന്തം മാതാവിനെ 40 തവണ വ്യഭിചരിച്ചതിന് സമം എന്നുവരെ അള്ളാഹുവും വിശുദ്ധ ഖുർആനും യുദ്ധപ്രഖ്യാപനം നടത്തിയ ആ പലിശയിൽ നിന്നും, അതേപോലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൻപാപം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ട മറ്റൊരു വൻപാപമായ മദ്യത്തിൽ നിന്നും നിഷിദ്ധമാക്കുക വഴി ഒരു ലോകക്രമത്തെ മുഴുവനും സ്വാധീനിക്കുവാനും മാറ്റിപ്പണിയുവാനും ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട്. ഈ രണ്ട് മർമ്മങ്ങൾ അത് പ്രയോഗവൽക്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ബർക്കത്ത്, ധാരാളം ബർക്കത്തുകൾ ആകാശങ്ങൾ ഭൂമിയിൽ നിന്നും നാനാഭാഗത്ത് നിന്നും വന്നു ചേരുക തന്നെ ചെയ്യും. പക്ഷേ വൻപാപങ്ങളിൽ ഏറ്റവും വലിയ വൻപാപമാകുന്ന സക്കാത്തിന്റെ നേർ വിപരീതമായ പലിശയിലും, അതുപോലെ വ്യഭിചാരത്തിലേക്കും, അതുപോലെ സകല തിന്മകളിലേക്കും മനുഷ്യനെ എത്തിക്കുന്ന അൽ ഖംറു ഉമ്മുൽ ഖബായിസ് അക്ബർ മിനൽ കബായിർ എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ച സകല തിന്മകളുടെയും മാതാവാണ്. അത് പ്രസവിച്ചങ്ങനെ ഇടും മദ്യം എന്നാ പറയുക. ലഹരി, മദ്യം മാത്രമല്ല, സകല ലഹരി വസ്തുക്കൾ. അതുകൊണ്ട് തന്നെ വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപവും അത് തന്നെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ അത്തരം സംഗതികൾ അത് കൊണ്ടു നടക്കുക, അതിനോടൊക്കെ നിലപാട് നമ്മൾ ആലോചിക്കേണ്ടത്. റസൂൽ സാഹിബ് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ പറയാൻ സാധിക്കും, മൻ റആ, വിശ്വാസിയാണോ, നിസ്കരിക്കുന്നുണ്ടോ, നമുക്കൊക്കെ ബാധകമാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദിഹി, നിങ്ങളൊരു തിന്മ കണ്ടാൽ, തിന്മയുടെ മാതാവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, തിന്മ കണ്ടാൽ നിങ്ങൾ അതിനെ കൈകൊണ്ട് പിടിക്കണം.
ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സമരം ചെയ്യണം, ഒച്ച വെക്കണം, മുദ്രാവാക്യങ്ങൾ മുഴക്കണം, അതിന് പ്രതിഷേധവുമായി നിങ്ങൾ രംഗത്തിറങ്ങണം. അതാണ് ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി ഫഇല്ലം യസ്തതി ഫബിഖൽബിഹി. അതിന് സാധ്യമല്ലാത്ത, അതിനൊന്നും ശേഷിയില്ലാത്ത ഒരു മനുഷ്യനാണ് എങ്കിൽ അവൻ അതിനെ വെറുക്കണം. വെറുപ്പ്, വല്ലാത്തൊരു വെറുപ്പ് അതിനോട് വെച്ചു പുലർത്തുവാൻ അവന് സാധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ വെറുപ്പിനെ കുറിച്ച് റസൂൽ പറഞ്ഞു, അദാലിക അദ്അഫുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും താഴെപ്പടിയാണ് കേട്ടോ അത്. നിങ്ങൾ അവിടെ നിൽക്കരുത്. ആ വെറുത്തു എന്നതുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ മറ്റു തലങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അതിനെന്ത് ചെയ്യണം, അതിനോട് നിലപാട് സ്വീകരിക്കണം എന്നാണ്. വെറുപ്പ് പോലും ഇല്ല ന്യായീകരിക്കുന്നെങ്കിലോ, വെറുപ്പ് പോലുമില്ല, അതിനൊക്കെ ന്യായീകരിച്ച് മൗനം പാലിച്ച് കൂട്ടുനിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതും എല്ലാവിധ സന്നാഹത്തോടുകൂടി അധികാരത്തിലേറുന്ന ഭരണകൂടം വരെ, കേരളം പോലെ ഉത്ഭുതമായ ഒരു നാട്ടിൽ പോലും അതിലൊന്നും നടപടി സ്വീകരിക്കുവാൻ സാധ്യമല്ലാതെ പോകുന്നുവെങ്കിൽ എന്തിനാണ് ഈ ജനങ്ങളോട് ഇത്ര വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് വലിയ പെരുമഴകൾ പെയ്പ്പിച്ച് അധികാരത്തിലേറിയത് എന്നൊരു ചോദ്യവും ചിന്തയും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിലൊക്കെ രൂപപ്പെടുത്തേണ്ടത്. ഇസ്ലാം വളരെ ഘട്ടം ഘട്ടമായി എന്ന് പറഞ്ഞാൽ 3 തലങ്ങളിൽ നിന്നുകൊണ്ട് നിഷിദ്ധമാക്കിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആദ്യം തന്നെ പറയുന്നത് കാണാൻ സാധിക്കും, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വ മനാഫിഉ ലിന്നാസി വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. 3 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആദ്യം വിശുദ്ധ ഖുർആൻ ആദ്യത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്ത്, ലഹരിയുടെയും ചൂതാട്ടത്തിന്റെയും വിധി എന്താണ് എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നുവല്ലോ, പറയുക അവ രണ്ടിലും വലുതായ തിന്മകളാണുള്ളത്, ഉള്ളത് എന്ന് അല്ലാഹു. ആളുകൾക്ക് അല്പം പ്രയോജനങ്ങൾ ഉണ്ട് എങ്കിലും അതിൽ വൻപാപമാണ് അതിൽ കേന്ദ്രീകരിച്ചു വച്ചിരിക്കുന്നത്, അതിലുള്ളത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയും, എന്നാൽ അവയുടെ പ്രയോജനത്തെക്കാൾ വലുതാവുന്നു കേട്ടോ അതിലെ പാപം, അതുമായി ബന്ധ സംഭവിക്കാനിരിക്കുന്ന ദുരന്തം അതിലെ പ്രയോജനത്തെക്കാളും വലിയ നാശമാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഉത്ബോധനം 1-ാം ഘട്ടത്തിൽ തന്നെ നല്ല ബോധ്യപ്പെടുത്തലാണ്. നോക്കൂ, നിങ്ങൾ ഇന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് നേട്ടമായി പറയുന്നത്? വരുമാനത്തിന് സർക്കാർ പറയാ, ഭരണകൂടം പറയാ, വരുമാനത്തിന് ലഹരി വേണ്ടതുണ്ട്, അത് വഴിച്ച് ഒരുപാട് തൊഴിലാളികൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും, മാത്രമല്ല ചില ആളുകൾ പറയുന്നത് ഉറക്കം കിട്ടാൻ, യഥാർത്ഥത്തിൽ എന്താണ്, സകല ഉറക്കവും അവൻ്റെത് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് അവസാനം സംഭവിക്കുക. അതേപോലെ തടിയൊന്നും അല്പം ശരിയാവാൻ, ആ തടി അവൻ്റെതൊക്കെ പോയി അവസാനം അവൻ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ അവശനായി മാറിക്കൊണ്ട് നമുക്കറിയാൻ സാധിക്കും. എന്നാലോ അവന് കിക്കായി കിട്ടണമെങ്കിൽ എത്രയോ മടങ്ങ് കുടിക്കുകയും ചെയ്യേണ്ട അവസ്ഥയും വന്നുപെടുന്ന ദുരന്തമാണ് അതുവഴി സംഭവിക്കുക. അതേപോലെ ടെൻഷൻ മാറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കുന്ന ആളുകളുണ്ട്. അതാണ് അല്പം ഗുണം എന്ന് പറയുന്നത് അവൻ ധാരണയാണ്. പക്ഷെ അതൊക്കെ സകല ടെൻഷനും അതായി മാറുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തിയിരിക്കുമെന്നതാണ്. അതേപോലെ കമ്പനിക്ക് കൂടുന്ന ആളുകളുണ്ട്. ഒരുപാട് ചെക്കന്മാരൊക്കെ കോളേജിലൊക്കെ ഇപ്പം ആ രീതിയിലാണ്. മുമ്പൊക്കെ 28 വയസ്സ് 20 വയസ്സിനൊക്കെ മുകളിലായിരുന്നു ലഹരി ഉപയോഗിക്കുന്നവന്റെ വയസ്സെങ്കിൽ ഇന്ന് 10-നും താഴെയിലേക്ക് അത് എത്തിപ്പെട്ടിരിക്കുന്നു. ആ അർത്ഥത്തിലൊക്കെ കുടുംബത്തിൽ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ വരെ അത് വ്യാപകമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, ഇവന്റെ കമ്പനി മുഴുവൻ പൊളിഞ്ഞു പോവും, കുടുംബം വരെ അവന് വിട്ടേച്ചു പോവും. അതല്ലേ സംഭവിക്കുക. വലിയ ഉന്നതരായ കുറച്ച് ആളുകൾ അത് മാന്യമായി ചെയ്ത് കൊണ്ടു നടക്കുന്നു എന്ന് കരുതി ഇത് വ്യാപകമായി വീര്യം കുറച്ച് വിതരണം ചെയ്ത് കുട്ടികളിലും സമൂഹത്തിലും നാട്ടിലും വിദ്യാർത്ഥികൾക്കും ഒക്കെ ലഭ്യമാക്കി കഴിഞ്ഞാൽ അതിൽ പെട്ടുപോകുന്നവർ സാധാരണക്കാരാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബം തകർന്ന് തരിപ്പണമാവും. ഇതിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രതിഷേധത്തിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളും കുറ്റവാളികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിലവാരം ഉണ്ടാവാനാണ് ചില ആളുകളൊക്കെ കുടിക്കുന്നത്. കമ്പനിയും അതേപോലെ അതിൻ്റെ ഒരു മുരാച്ചിയായി ബിന്ദിരിപ്പനായി ഒക്കെ മാറും. സിനിമാ ലോകത്തൊക്കെയാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ എന്നാൽ അവന്റെ അവസ്ഥ എന്തായി മാറും? വിശ്വാസിയാണും കൂടെ ചെയ്ത് ആ പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം വലിയ കുഫറായിരിക്കും. അതുകൊണ്ട് ശക്തമായ ഉത്ബോധനം, നിങ്ങൾ വിചാരിക്കുന്ന അവസ്ഥയല്ല അതിനുള്ളത്, അത് മാരകമായ ദോഷമാണ് അതിന്റെ പിന്നാമ്പുറത്ത് വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ ഉത്ബോധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതുപോലെ തന്നെ തൊട്ടടുത്ത 2-ാമത്തെ ഘട്ടം എന്ന തോണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖ്റബുസ് സ്വലാത്ത വഅൻതും സുകാറാ ഹത്താ തഅലമു മാ തഖൂലൂൻ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ ലഹരി ബാധിച്ച അവസ്ഥയിൽ
നമസ്കാരത്തെ സമീപിക്കാതിരിക്കുക. നമസ്കരിക്കുമ്പോൾ കുടിക്കരുത്. ആദ്യം ഉത്ബോധിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു നമസ്കരിക്കുമ്പോ അത് നിങ്ങൾ കഴിക്കരുത്, നമസ്കാരത്തെ സമീപിക്കാതിരിക്കുക. കുടിച്ചുകൊണ്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരത്തെ സമീപിക്കാതിരിക്കുക. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ബോധമുള്ള സമയത്താണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥന നിർബന്ധമാണ്. പക്ഷെ അത് നിർവഹിക്കുമ്പോൾ നല്ല ബോധ്യത്തോടു കൂടിയിട്ട് വേണം അത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? മദ്യപിച്ചവരും നമസ്കരിച്ചിരുന്നു. റസൂലിന്റെ കാലഘട്ടത്തിൽ മദ്യപിച്ചുകൊണ്ട് തന്നെ നമസ്കരിച്ചിരുന്നു. അതുകൊണ്ട് അള്ളാഹു അവരെ നമസ്കരിക്കേണ്ടതാണ്, അവർ നമസ്കരിക്കണം. അതോടൊപ്പം മദ്യപിക്കുമ്പോൾ അത് വേണ്ട. നമ്മള് ഒരുപാട് പാഠങ്ങളുണ്ട് ഇതിൽ. ഈ റോഡിലൊക്കെ കുടിച്ചു നടക്കുന്ന കുറെ ആളുകളുണ്ട്. ആടിക്കൊഴിഞ്ഞവരെ നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരാ വേണ്ടത്. ആടിക്കൊഴിഞ്ഞ അവസ്ഥയിൽ അവനെ നാശം ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവരാ എന്നല്ല. അവനെ കൊണ്ടുവന്നിട്ട് അവനെ അള്ളാഹുവും ദീനും പരലോകവും മരണവും ഒക്കെ ഖുർആൻ പറഞ്ഞ അവന്റെ മനസ്സിൽ അല്പം നന്മയുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുകയും എന്നിട്ട് അവനോട് പറയണം, നിസ്കരിക്കാൻ വേണ്ടി അവനെ കൊണ്ടുവരാൻ, നമസ്കരിക്കുമ്പോൾ കുടിക്കരുത് എന്നാണ് പറയേണ്ടതിന്റെ അർത്ഥം. അവൻ നമസ്കാര സമയത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ് അതുവഴി ആ മനുഷ്യന് പിന്നീട് 5 നേരം നമസ്കരിച്ച് ആവർത്തിച്ചു വരികയാണ് നമസ്കാരം. അത് ഒരു വക്ത് കഴിഞ്ഞാൽ ഒരു വക്ത്, ആ ഒരു വക്ത് അതിന്റെ ഇടയിലൊന്നും അവന് സമയം കിട്ടാതെ വരികയും അവസാനം രാത്രി മാത്രം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. രാത്രി മാത്രം അല്പം ഉറങ്ങുന്ന ആ സമയത്ത് ആർക്കും ദോഷം ഉണ്ടാവില്ല, ഇശയൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഒരുപാട് കുടിയന്മാർ ഇവിടെ ഉണ്ട്. അവരൊക്കെ ആട്ടിയകറ്റുകയാണ്. അവനെങ്ങാനും പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിടിച്ചു തള്ളുകയാണ്. വാ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അവൻ ആ ബോധം ഉള്ള അവസ്ഥയിലേക്ക് അല്പമെങ്കിലും ബോധം ബാക്കിയുണ്ടെങ്കിൽ, അതാണ് ഇസ്ലാം ചെയ്തത് അതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ മോശമാണ്, അപകടമാണ് എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം നമസ്കരിക്കുന്ന വേളയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്പം ഒന്ന് മാറി നിൽക്കണം എന്ന്. മദ്യപിച്ചവർ നമസ്കരിച്ചിരുന്നു എന്ന് സഹാബികളൊക്കെയാണ് ഈ ആളുകൾ. ഇവരൊക്കെ മദ്യപിച്ചായിരുന്നു. അവരുടെ പേരൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. പ്രമുഖ സഹാബികള്, ഖലീഫമാരെ ആളുകൾ ഉൾപ്പെടെ ആളുകളൊക്കെ ഇത് ഉപയോഗിച്ച് നമസ്കരിച്ചിരുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹു അടുത്ത ഘട്ടം, 3-ാമത്തെ ഘട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മാഇദയിലെ 90 മുതലുള്ള ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലഹും തുഫ്ലിഹൂൻ. വിശ്വസിച്ചവരെ, ലഹരിയും ചൂതാട്ടും, ആദ്യം ലഹരിയാ പറഞ്ഞത്. മദ്യം നിസ്സാരപ്പെട്ട വസ്തുവായിട്ടാണ്. ചൂതാട്ടം, ലോട്ടറി എന്ന് പറയുന്നതും അതേപോലെ അതിനോട് ചേർത്ത് വെക്കപ്പെട്ട കാര്യമാണ്. ഈ ചൂതാട്ടിയിട്ട് കിട്ടുന്ന കാശാണ് അധികവും മദ്യപാനത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതൊക്കെ ചേർത്ത് വെക്കപ്പെട്ട മഹാദുരന്തമാണ്. പ്രതിഷ്ഠകള്, അതിനുശേഷം പ്രതിഷ്ഠകളെ കുറിച്ച് പറയുന്നത്, ബിംബങ്ങള്, പ്രതിഷ്ഠകളൊക്കെ കുറിച്ച് പറയുന്നത് ഇതിനുശേഷം മദ്യവും അതേപോലെ തന്നെ ചൂതാട്ടവും ലോട്ടറിയും കഴിഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രശ്നാസ്ത്രം, അതേപോലെ ഭാഗ്യക്കുറി, പല സംഗതികൾ നോക്കുന്ന എല്ലാം പൈശാചിക വൃത്തിയിൽപ്പെട്ട മാലിന്യങ്ങളാവും. എത്രത്തോളം പ്രാധാന്യമുണ്ട് മദ്യത്തിന്? 1-ാം സ്ഥാനം. ഒന്നാമത്തെ നിഷിദ്ധമാക്കേണ്ട. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത് മനസ്സിലാവാതെ പോകുന്നു. ഇത്രയൊക്കെ നിഷിദ്ധമാക്കി ഒന്ന് മദ്യപിക്കാൻ പോലും അല്ലെങ്കിൽ ഒന്ന് പ്രേമിക്കാൻ പോലും പറ്റാത്ത മതമാണോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ടും കഴിഞ്ഞു അവന്റെ കഥ. മദ്യപാനത്തിലേക്ക് അല്പം ഒന്ന് കടന്നാൽ തന്നെ അവന്റെ കഥ അതോടുകൂടി കഴിയും. ഗ്യാപ്പ് കുറഞ്ഞു വന്ന് അവസാനം മുഴുക്കുടിയനായി മാറും. ഇതിനേക്കാളും വലിയ ലഹരിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ഉപയോഗത്തിൽ തന്നെ അവൻ അഡിക്ഷൻ ആവുന്ന രീതിയിലുള്ള ലഹരികളാണ് ഇന്ന് കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അത്രത്തോളം എത്താത്ത ഭാഗത്ത് തന്നെ നിരോധിക്കുവാൻ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മാലിന്യങ്ങളാവുന്നു, അവയെ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വർജിക്കണം എന്നാണ്. ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് വിജയ സൗഭാഗ്യം പ്രതീക്ഷിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അള്ളാഹു അതിന്റെ വിശദീകരണം നൽകി. ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിരി വയസുദ്ദൂകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. ചെകുത്താനോ ലഹരിയിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ വൈരവും വിദ്വേഷവും ഉണ്ടാക്കുന്നതിന്, കൊലപാതകം വരെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, വൈരവും വിദ്വേഷവും ഉണ്ടാക്കുന്നതിനും ദൈവസ്മരണയിൽ നിന്ന് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവസ്മരണ, ദിക്ർ. എല്ലാ സ്ഥലത്തുള്ള ദൈവിക ബോധത്തിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും, അതിന്റെ ഏറ്റവും പ്രകടമായ രൂപമായ നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ അത് തടയുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് തടയണമെന്ന് എന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ഇനിയും നിങ്ങൾ വിരമിക്കുന്നില്ലേ? ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ആ ശത്രുവിനെയാണോ, അള്ളാഹുവിനെ വിട്ടേച്ച് നിങ്ങൾ
നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ഏറ്റവും വലിയ ശത്രുവിന് കീഴ്പ്പെടുത്തപ്പെടുകയാണ് മദ്യത്തിലൂടെയും ലഹരിയിലൂടെയും. ഇതിന് ഓപ്പോസിറ്റിലേക്ക് പോവുക. വരാൻ പറഞ്ഞ വഴി വരാതിരിക്കുകയും നേരെ ഓപ്പോസിറ്റിലേക്കും പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിരിഞ്ഞിടത്തേക്ക് അവർ തിരിക്കും. അവർ എവിടേക്കാണോ തിരിഞ്ഞത് അവിടേക്ക് ഞാൻ അവരെ തിരിച്ചു വിടുക തന്നെ ചെയ്യും. എന്നിട്ട് അവരെ നരകത്തിൽ ഞാൻ മേളിപ്പിക്കും. അതുകൊണ്ട് ശൈത്താന് വിധേയപ്പെടുന്ന പണിയാണ് കേട്ടോ മദ്യവും ചൂതാട്ടവും ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളും ഒക്കെ. ഇത്തരം പറഞ്ഞ കാര്യങ്ങളൊക്കെ അപകടമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും നിങ്ങൾ ഈ കാര്യത്തിൽ അള്ളാഹുവിനെ റസൂലിനെയും ഇത്തിബാ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ ഫഖ്ദറു അതിനെ നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് വിരമിക്കൂ. നിങ്ങൾ അള്ളാഹുലേക്ക് റസൂലിലേക്കും വന്നു വിരമിക്കൂ എന്ന് പറഞ്ഞാൽ ഞാനത് കുടിക്കുന്നൊന്നുമല്ല എന്നല്ല, ചിന്തിക്കാനല്ല പറഞ്ഞത്. ഈ സമൂഹത്തെയും നാടിനെയും ലോകക്രമത്തെയും അതിൽ നിന്ന് വേർപ്പെടുത്താനാ പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ മാത്രം ഇങ്ങനെ വിരമിച്ച് നമ്മൾ മാത്രം നമസ്കരിച്ച് നടന്നതുകൊണ്ട് പരിസരം മോശമാണ് എങ്കിൽ ഈ സമൂഹം മുഴുവനും നശിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് ബാധ്യതയുണ്ട്. അതാ റസൂൽ സഹാബികളും ഹിജറ വരെ പോയിട്ടാണെങ്കിലും നാട് വിട്ടിട്ടാണെങ്കിലും ഈ ദൗത്യത്തിൽ അവർ ഏർപ്പെടാനുള്ള കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കണം. നിങ്ങളുടെ പാർട്ടിയും സംഘവും നിങ്ങളുമായി ബന്ധപ്പെട്ട ആരൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ എല്ലാത്തിനോടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് വിരമിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. ഫഇൻ തവല്ലൈതും ഫഅലമു അന്നമാ അലാ റസൂലിനൽ ബലാഉൽ മുബീൻ. പക്ഷേ നിങ്ങൾ ആജ്ഞയിൽ നിന്ന് പിന്തിരിയുകയാണ് എങ്കിൽ, അതിപ്പോ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കേരളല്ലേ ലഹരിയും മദ്യവും ലഹരിയും അതുപോലെ വരുമാനമൊക്കെ വലിയ വരുമാനമാണ്. അതൊക്കെ അങ്ങ് നിലച്ചു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾക്കൊക്കെ പറയാൻ ഭയങ്കര സുഖമാണ്. ഭരണത്തിലേക്ക് ഭരണാധികാരികളായി രംഗപ്രവൃത്തി നിങ്ങൾ നേരിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരവസ്ഥയാണ്. വിരമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിനേക്കാളും വലുത് കൊണ്ടുവരും. അത്ഭുതകരമായി ഒരു നാടിനെ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ കുടുംബങ്ങളും സമൂഹവും ഒക്കെ എല്ലാം കൃത്യതയോടുകൂടി വരികയും ആ നാട് എത്രയും പെട്ടെന്ന് അനുഗ്രഹീതമാവിധം വളർന്നു വരികയും ആ കൂട്ടത്തിൽ സക്കാത്തും കൂടെ ആഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സമാനതയില്ലാത്ത അത്ര സമ്പത്ത് കുന്നുകൂടുന്നൊരവസ്ഥ, ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക് ബാക്കിയായി സമ്പത്ത് ഒഴുകി വരുന്നൊരവസ്ഥ ഇസ്ലാം കാണിച്ചു തന്നിട്ടാ പറയുന്നത്. ഇതെല്ലാം ഇത് ഉട്ടോപ്യൻ അല്ല, ഇത് കമ്മ്യൂണിസം പോലെയോ സംഗതികളല്ല. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് യാഥാർത്ഥ്യമാണ്, സത്യത്തിൽ നടന്നതാണ്. പക്ഷേ നമുക്ക് ഇത് അറിയൂ, ഇത് നടപ്പാവുമെന്നും ഇത് നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നും അത് പൂർത്തീകരിച്ചിട്ട് അള്ളാഹു അടങ്ങുകയുള്ളൂവെന്നും എനിക്കും നിങ്ങൾക്ക് അറിയുള്ളൂ. ഈ രഹസ്യം അത് പരസ്യപ്പെടുത്താത്തവനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്, തന്റെ പക്കൽ ഒരു സാക്ഷ്യം ഉണ്ടായിട്ട് അത് ജനങ്ങൾക്ക് കൈമാറാത്തവനേക്കാളും വലിയ അക്രമി, അവനേക്കാളും വലിയ മുശ്രിക്കാരാണെന്നാ ചോദിച്ചത്. അദ്ലമെന്നാ പ്രയോഗിച്ചത്. ദുൽമു മാത്രമല്ല, ദുൽമാണ് ശിർക്കിനെ കുറ്റി പറഞ്ഞിരിക്കുന്നത്. അദ്ലമെന്നാ പറയും, അവനേക്കാളും വലിയ അക്രമി. ഇത് പോയി രക്ഷപ്പെടുത്തണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വരുന്ന വഴിയിൽ വലിയൊരു മൂർഖൻ നമ്മൾ കണ്ടു. ആ വഴിയിലൂടെ തന്നെ ആൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് കടന്നു പോകുമ്പോ ആ മൂർഖൻ അവിടെ ഉണ്ട് കേട്ടോ എന്നൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്യാതിരിക്കുന്ന ഒരു നിലപാട്, അതിനേക്കാളും വലുത്. മൂർഖൻ പാമ്പ് കടിച്ചാൽ അയാൾ എന്ത് ചെയ്യുള്ളൂ? അദ്ദേഹം അത് പാമ്പ് കടിച്ചങ്ങ് മരിച്ചു പോവുള്ളൂ. അയാൾ നരകത്തിൽ പോയിക്കൊള്ളണമെന്നൊന്നുമില്ല. നേരെ മറിച്ച് ഇസ്ലാമാവുന്ന എല്ലാത്തിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്ന തൗഹീദാവുന്ന തൗഹീദിന്റെ മർമ്മമാകുന്ന അള്ളാഹുവിന്റെ നിരോധങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒക്കെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നടപ്പാക്കാതിരുന്നു കഴിഞ്ഞാലോ ഇഹലോകത്ത് ഒരുപാട് കൊലപാതകങ്ങളും പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അതിന്റെ ഒക്കെ മറുപടി ഈ മിണ്ടാതിരുന്ന ആളുകൾ, ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ ആളുകൾ, അവർ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് വിശ്വാസികളെ, നിങ്ങളെങ്കിലും ബോധവാന്മാരാവും. ഇതിനൊന്നും സമയമില്ലാത്ത കോലത്തിൽ എവിടെയും നിങ്ങൾ കെട്ടിയിടപ്പെടരുത്. നിങ്ങളങ്ങനെ കുടുങ്ങിപ്പോവരുത്. ദുനിയാവൊന്നും നാളെയായിട്ട് തീരും. നാളെ വിചാരണ ചെയ്യാനുള്ള ഗുരുതരമായ സംഗതികളാണ് ഇത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ വിരമിക്കൂ. തൊട്ടടുത്ത ആയത്ത് നോക്കൂ. നിങ്ങൾ അതേ ആയത്തിന്റെ ബാക്കി നോക്കൂ. നിങ്ങൾ പക്ഷേ നിങ്ങൾ ആജ്ഞയിൽ നിന്ന് പിന്തിരികയാണ് എങ്കിൽ അറിഞ്ഞിരിക്കുക, വിധി വ്യക്തമായി എത്തിച്ചു തരുന്ന ഉത്തരവാദിത്തം മാത്രമേ ദൂതനുള്ളൂ. പറയാ ഖുർആനും ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ ഖുർആനും ഇസ്ലാമും മുൻനിർത്തിക്കൊണ്ട് ഖുർആനിന്റെ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ പാർലമെന്റിലും നിയമസഭയിലും അൽഹംദുലില്ലാഹ് ഒരു പെൺകുട്ടിയെ ഒന്ന് കയറ്റിയതേ ഉള്ളൂ. ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നിയമസഭയിലേക്ക് ഒന്ന് കയറി ഇസ്ലാമിനെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് അവൾ ആദ്യം തന്നെ ഇടപെട്ടത് മദ്യത്തിലാണ്. അതിനൊരു പ്രതീകമുണ്ട്. ലഹരിയിലാണ് അവർ ആദ്യം ഇടപെട്ടത്. അതൊരു വലിയ അനുഗ്രഹീതമായ സംസാരം. അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ഒക്കെ ആ പെൺകുട്ടിക്ക് ഇനിയും അവസരങ്ങളൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകും.
കാരണം അതിന്മേലാണ് ആൾ കൈവെക്കേണ്ടത് ഇതാണ് തലത്തൊട്ടപ്പൻ, എല്ലാ നാശത്തിന്റെയും കാരണം ഇതാണ് എന്ന് വ്യക്തമായി പറയാൻ അതുകൊണ്ട് സഹോദരൻ മാതൃകയുണ്ട്. അതിലൊക്കെ മാതൃകയുണ്ട്. പെണ്ണുങ്ങളങ്ങനെ അടുക്കളയിൽ ഇരുന്നിട്ട് അവരുടെ ഭർത്താക്കന്മാരൊക്കെ കുടിപ്പിച്ചു വിട്ടിട്ട് ആ കുടുംബം കുളമാക്കിയിട്ട് അതിന്റെ വേദന അനുഭവിക്കുന്ന സ്ത്രീകളെ രംഗത്തിറങ്ങാൻ സമ്മതിക്കാതിരുന്നവർ മുഴുവൻ കുറ്റവാളികളാണ്. ഒന്നിച്ചിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്നത് പാർലമെന്റോ നിയമസഭ എവിടേക്കാണ് ഇറങ്ങിയിട്ട് ഈ നാശത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഇറങ്ങുന്നില്ല എങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, നമ്മളിപ്പോ ഈ പറയുന്നത് എന്താണ്? പ്രവാചക ദൗത്യമാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെ അനുകൂലിച്ചുകൊണ്ട് ആരെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ അവർ പ്രവാചക ദൗത്യമാണ്. പ്രവാചകൻ എന്തേ ഉള്ളൂ? ഈ വിവരം നിങ്ങളോട് അറിയിക്കുക എന്ന ദൗത്യം മാത്രമേ ഉള്ളൂ. അതാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പിന്തിരിയാനാണ് പരിപാടിയെങ്കിൽ ഇതിലെ ന്യായങ്ങൾ പറഞ്ഞ് ഇതിനെ വീണ്ടും ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ അന്നമാ തീർച്ചയായും അലാ റസൂലിൽ ബല സന്ദേശം എത്തിച്ചു വരിക എന്നത് മാത്രമേ ഈ ദൂതന്മാർക്ക് സംഗതിയുള്ളൂ. ബാക്കി മുഴുവൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലഹരി ഉപയോഗം അള്ളാഹുവിന് കഠിനമായ വെറുപ്പാണ്. ഈ ആയത്തിറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് മിമ്പറിൽ കയറി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. ലഹരി ഉപയോഗം അള്ളാഹുവിന് കഠിനമായ വെറുപ്പാണ്. അതാണ് ഈ ബുദ്ധിയെ മറിക്കുന്ന പണിയായതുകൊണ്ടാണ് ഏത് ലഹരിയാണെങ്കിലും. അതുകൊണ്ട് അതിനെ തീരെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു വിധി ഇതാ ആഗതമായിരിക്കുന്നു. ഇപ്പൊ വരും ഇതാ വരാൻ പോവാണ് എന്ന് പ്രവാചകൻ കൈവശമുള്ളവർ ഉടനെ വിറ്റ് കളയുക. കൈയൊഴിക്കാൻ വേണ്ടി പ്രവാചകൻ ആഹ്വാനം ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ഈ സൂക്തം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ ഈ സൂക്തം ഇറങ്ങി. എങ്ങനെയാ സഹാബികൾ അതിനോട് പ്രതികരിച്ചത്? അവർക്ക് ആ വിവരം ഇതുവരെ ആയത്ത് ഇറങ്ങിയിട്ടതിന് മുമ്പായിരുന്നു. നമ്മളല്ലല്ലോ, നമ്മളിപ്പോ ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടല്ലോ. നമ്മൾ ജീവിക്കുമ്പോ നമ്മളുടെ പ്രതികരണം എന്തായിരിക്കണം? അവരെന്ത് ചെയ്തു? ലഹരി കൈവശമുള്ളവർ അത് കുടിക്കുവാനോ വിൽക്കുവാനോ പാടില്ല, അത് നശിപ്പിച്ചു കളയേണ്ടതാണ് എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. ഖുർആൻ ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ മദീന തെരുവീതിയിലൂടെ മദ്യം ഒഴുകി, ലഹരി പദാർത്ഥങ്ങൾ ഒഴുകി. ഈമാനിന്റെ അടിത്തറയാണ് അത് അവർക്ക് മനസ്സിലായി. കാരണം അല്ലാതെ ഇനി ഇതിൽ നിലപാട് സ്വീകരിക്കാതെ അതിന് പാർട്ടിയും സംഘങ്ങളും ഒക്കെ സംഘങ്ങൾക്കൊക്കെ ബാധകമാണ്, സംഘടനകൾക്കൊക്കെ ബാധകമാണ്. നമ്മൾ ലഹരി ഉപയോഗിക്കുന്നില്ല, പക്ഷെ പോയി കൊണ്ടുവന്ന് നമ്മൾ പിന്തുണച്ചു കൊണ്ടിരിക്കുന്ന സംഘം അത് ലഹരി വിളമ്പുന്നവരും അതിന് കൂട്ടുകൊടുക്കുന്നവരും ആണ് എങ്കിൽ അത് മതി, അതോടുകൂടി കഴിഞ്ഞു. വിചാരണ വരുമ്പോ നീ എവിടെയായിരുന്നു? നിന്നോട് മാത്രം കുടിക്കാതിരിക്കാനാണോ ഞാൻ പറഞ്ഞത് എന്ന് അമ്മ ചോദിക്കുമ്പോ മറുപടി ഉണ്ടാവില്ല. സംഘടന നോക്കണം. ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സംഘടന, ഞാൻ പോയി കുത്തിക്കൊണ്ടിരിക്കുന്ന സംഘടന ഏതാണെന്ന് പരിശോധിക്കണം. ഇത് അള്ളാഹു വിചാരണയ്ക്ക് വിധേയപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു ബോധം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, എത്ര കോടിയാ മുസ്ലിങ്ങൾ? 30 കോടി, 30 കോടിയൊക്കെ അതാ പറഞ്ഞു. ആ അർത്ഥത്തിൽ കോടി മുസ്ലിങ്ങൾക്ക് കാലം ബോധവാന്മാരാ, അത്രയൊന്നും വേണ്ട. 1 കോടി ബോധവാന്മാരായി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഒക്കെ കഥ എന്തായിരിക്കും, അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നമ്മളുടെ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഈ ഗുരുതരമായ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ ഇത് പരിശോധിക്കേണ്ടതാണ്. ഞാനുണ്ട് എന്ന് സമാധാനിക്കാൻ ഏതൊരു നിമിഷവും നമുക്ക് സാധിക്കുമോ അത് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് കേട്ടപ്പോ നിങ്ങളെ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങിയപ്പോൾ ഉടൻ തന്നെ ചില ആളുകൾ ചോദിക്കാൻ, ഇത് ജൂതന്മാർക്ക് സൗജന്യമായി കൊടുത്തുകൂടെ? ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ജൂതന്മാർക്ക് അതിന്റെ മുമ്പേ വിറ്റ് കളയാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം സ്വഭാവം മാറി ഒഴുക്കിക്കളയാണ്. ഇനി വിൽക്കാനും പറ്റില്ല, അതൊക്കെ നിരോധിച്ചു. അതിന്റെ വിൽപ്പനയൊക്കെ തടഞ്ഞു പ്രവാചകൻ. എന്നിട്ട് ഒഴുകിയപ്പോ ആളുകൾക്ക് ഭയങ്കര സങ്കടം. അത്ര വിലപിടിപ്പുള്ള നല്ല മുന്തിരിച്ചാറുകൾ, നമ്മുടെ മാതിരിയുള്ള മാരകമായ എലിവിഷം അതുപോലൊക്കെ എത്ര ദുരന്തങ്ങളാ, വൈപ്പിൻ ദുരന്തങ്ങളൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ കണ്ടതാണ്. അത്തരം വിഷപദാർത്ഥങ്ങളൊന്നും അല്ല അവരുടെ ലഹരി എന്ന് പറയുന്നത്. അതുപോലുള്ള വീഞ്ഞുകളും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ആ വിലപിടിപ്പുള്ള ഈ സാധനം ഒഴുക്കി കളയുമ്പോ ആളുകൾക്ക്, സഹാബികളിൽ ചില ആളുകൾക്ക് ഭയങ്കര സങ്കടം. അവരിത് ജൂതന്മാർക്ക് അതേപോലെ മറ്റുള്ള ആളുകൾക്കും നമുക്ക് സൗജന്യമായി കൊടുത്തൂടെ എന്ന് ചോദിച്ചു. ഉടനെ പ്രവാചകന്റെ മറുപടി, ഇതിനെ നിഷിദ്ധമാക്കിയവൻ സൗജന്യമായി നൽകലും നിരോധിച്ചിരിക്കുന്നു. പല ഓഫറുകളും ഇന്നതാണ്. പട്ടാളത്തിൽ മിലിറ്ററിയിലൊക്കെ പോയെന്ന് വരുന്ന ആളുകളൊക്കെ മദ്യവുമായിട്ട് നമുക്ക് ഭരണകൂടം വരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞത്, ഇത് കൊടുത്തു. എന്നാൽ ആളുകൾ പിന്നെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ റസൂൽ സുർക്കയാക്കി മാറ്റിക്കൂടെ, മരുന്ന നിലക്ക് ഉപയോഗിച്ചൂടെ എന്ന് 2 ചോദിച്ചു. അപ്പൊ പ്രവാചകന്റെ മറുപടി, പാടില്ല, മദ്യം മരുന്നല്ല, രോഗമാണ്, അതൊരു തരം രോഗമാണ് എന്ന് പ്രവാചകൻ അതിനെ നിഷിദ്ധമാക്കി.
മറ്റൊരാൾ വന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയോട് പറഞ്ഞു, ശൈത്യം അതികഠിനമായ ഒരു പ്രദേശത്താണ് ഞങ്ങൾ, കഠിനമായ തൊഴിലാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, ക്ഷീണവും തണുപ്പും മാറ്റാൻ മദ്യം അനിവാര്യമായ റസൂലേ, പ്രവാചകരെ അതില്ലാതെ ഞങ്ങൾക്ക് കാര്യം നടക്കില്ല, ഞങ്ങളുടെ പണി നടക്കില്ല എന്ന് പറഞ്ഞപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ കുടിക്കുന്ന വസ്തു നിങ്ങൾ ലഹരി ബാധിതരാക്കാറുണ്ടോ? അതങ്ങനെ കുറെ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഹരി കിട്ടുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് കൽപ്പിച്ചു. ഉടനെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിന് ഫിറ്റാക്കേണ്ടത് ആരാ? റസൂലിനെ ഭയങ്കര സ്നേഹിക്കുന്ന, ഇനിയിപ്പം മാസുഖതൊക്കെ വരാൻ പോണം, സ്നേഹിക്കുന്ന ആളുകളാണ്. ഈ റസൂലിന്റെ ഈ കൽപ്പന പോലും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ എത്തിക്കേണ്ട വിധം എത്തിച്ച് ഈ രാജ്യത്തെ വിമോചിപ്പിക്കുന്നതിൽ പങ്കാളിത്തമാവാത്ത പാർട്ടി, അത്തരം സംഘങ്ങൾ അതിലൊക്കെ അടിചേർന്ന് അങ്ങോട്ട് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെ ഉപേക്ഷിക്കുക, എങ്കിൽ അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. അയാൾ വീണ്ടും പറഞ്ഞു, അയാൾ വിടുന്നില്ല പ്രവാചകനെ. വിട്ടെന്ന് പറഞ്ഞു, ഞങ്ങളുടെ പ്രദേശത്തുകാർ ഇത് അംഗീകരിക്കുന്നതല്ല പ്രവാചകരെ. നിങ്ങൾ ഈ പറഞ്ഞ മദ്യനിരോധം ഞങ്ങളുടെ പ്രദേശത്തുകാർക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ സ്ഥിതി അതല്ലേ, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറയും. അപ്പൊ ഇസ്ലാമിന്റെ വക്താക്കൾ തന്നെ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, കേരളത്തിൽ അങ്ങനെ സംസാരത്തിന് പ്രസക്തി ഇല്ല എന്ന് പറയണ്ടല്ലോ. ഈ വർത്തമാനം റസൂലിന്റെ അടുത്ത് പറഞ്ഞു. ആരാണോ പറഞ്ഞത് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ സാഹചര്യമാണ്, കേരളമാണ്, ഇത് തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേഗം ഔങ്ങി നിൽക്കുന്നു. നമ്മൾക്ക് മലപ്പുറം ഭാഷയിൽ ഇങ്ങനെ അതൊന്ന് പതിഞ്ഞു നിന്നാൽ തന്നെ മതി. ഉടനെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അംഗീകരിക്കയില്ല എങ്കിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തിരിക്കണം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇറങ്ങിയ സ്ത്രീകളും കുട്ടികളും സമൂഹവും പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ ഇറങ്ങി ചെല്ലണം തന്നെയാ പറഞ്ഞത്. ഒരു കൗമ ഇങ്ങോട്ട് പോവൂല ഇവിടുന്ന് പോവണമെങ്കിൽ നിരോധിക്കടാ എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കാൻ അതിന് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, എങ്കിൽ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കണം. അതിനൊന്നും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണമെന്നാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര ഗൗരവമുള്ളതാണ് ഈ വർത്തമാനം. നോക്കൂ, നിങ്ങൾ മദ്യപാനബന്ധ പ്രശ്നം ചോദിക്കണ ചെറുപ്പക്കാർ വരെ ഉണ്ട്. മദ്യപാനബന്ധന സ്വകാര്യമായിട്ട് ഉപയോഗിച്ചൂടെ? അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടല്ലോ. അതിന് ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒരു ചരിത്രമൊക്കെ പറയുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു ഒരു വീട്ടിലെ ലഹരി ഉപയോഗിക്കുന്നത് കണ്ട് അവിടെ ചാടി വീണപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനോട് അദ്ദേഹം ചോദിച്ചു, ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, താങ്കൾ 3 തെറ്റ് ചെയ്തു. എന്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി, എന്റെ ഇറ പൊളിച്ചു നിങ്ങൾ, എന്നിട്ട് എന്റെ വീട്ടിലേക്ക് ചാടി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അയാളെ ശിക്ഷിച്ചില്ല. കാരണം അത് ശരിയാണ്. അദ്ദേഹത്തിന് ബോധവാനായി മാപ്പ് ചോദിച്ചു അവിടുന്ന് പോരാ ചെയ്തത്. പക്ഷേ അത് ലഹരി സ്വകാര്യമായിട്ട് ഉപയോഗിക്കാൻ അനുവാദം തന്നതിന് തെളിവാണോ? അത് സ്വകാര്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് വയറ്റി കിടക്കില്ല. അപ്പൊ ബസ് കയറും വന്നിട്ട് ആ ബസ് കയറി കഴിഞ്ഞപ്പോ സ്ത്രീകളെ കുറിച്ചും അതേപോലുള്ള സംഗതികളൊക്കെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഇവന്റെ ലഹരിയാണ്. ഇവൻ ലഹരി ഉപയോഗിച്ചാണ് ബസ് കയറുന്നത്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത്. ഇവന് കോളേജിലേക്കും സ്ഥാപനത്തിലേക്കും ഒക്കെ വരുമല്ലോ. ഇത് വയറ്റിൽ കിടക്കില്ലല്ലോ, ഇത് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഇത് ദുരന്തമാണ്. അപ്പോ അനുവാദം പോലും ഇസ്ലാം സ്വകാര്യമായിട്ട് പോലും അത് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ നാട്ടിൽ ഉണ്ടാക്കണം എന്ന് തന്നെയാ പറയുന്നത്. കാരണം അദ്ദേഹം രക്ഷപ്പെടും, സമൂഹവും രക്ഷപ്പെടും. കാരണം എന്താണ്? നമുക്കറിയാലോ, ഇതിന്റെ വൻ നാശമാണ് ഇതുവഴി ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ. ആരോഗ്യം തകർക്കുന്നു, സാമ്പത്തികമായി തകർക്കും, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു, മാനസിക രോഗിയാക്കുന്നു, ആത്മഹത്യകൾ ഏറ്റവും വലിയ ആത്മഹത്യ കേന്ദ്രമാണ് ഈ കേരളമൊക്കെ. മാനസിക രോഗി ഭ്രാന്താലയമാണ്. ഏറ്റവും വലിയ മാനസിക രോഗം വിഷാദ രോഗത്തിന്റെ ഒക്കെ കേന്ദ്രമാണ്. ഉളുപ്പില്ലാതെയാക്കുന്നു പല സംഗതികളും നടക്കാൻ ഉളുപ്പങ്ങോട്ട് ഊരിയെടുക്കുന്നു. എന്നിട്ട് ഈ നാശങ്ങളുടെ മുഴുവനും അതിന്റെ പിന്നാമ്പുറം പരതി കഴിഞ്ഞാൽ അക്ബർ മിനൽ കബായിർ, അതിന് നിങ്ങൾ എത്രയൊക്കെ കുറിച്ച് ഗുണമുണ്ടെങ്കിലും വൻ ദോഷമാണ് അതുവഴി. അത് അവസാനം എവിടേക്ക് വരെ എത്തി? അത് ലഹരി 100% അഡിക്ഷൻ ഉള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നിടത്തേക്ക് വരെ, മയക്കുമരുന്നും അതുപോലുള്ള കഞ്ചാവും പലതുമായി അത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ അതിന്റെ പിന്നാമ്പുറം ലഹരിയോടുള്ള നിലപാട് കൃത്യമായി ഗാന്ധിജിയൊക്കെ പറഞ്ഞ ആ നിലപാടിലേക്ക് വരാതിരുന്നവരാണ് അതിന്റെ ഉത്തരവാദികൾ. അതുകൊണ്ട് ആ പിടികൂടുന്ന ജനതയോടൊപ്പം പോവരുത്, പിന്തുണക്കരുത്. ഇതാണ് ഇസ്ലാം പറയുന്നത്. പിന്തുണച്ചു പോയ കഴിഞ്ഞു. നിങ്ങൾ പിടികൂടാനുള്ളവരാണ് അള്ളാഹു ഏത് കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഇതിനനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തോന്നിവാസം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പിടികൂടാൻ പോകുന്ന ജനതയോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും. സ്വാഭാവികമാണ്, പിടിക്കപ്പെടും. അതുകൊണ്ട് മുന്നറിയിപ്പ് തരിക. അത് മുന്നറിയിപ്പുകാരായി ഞാൻ നിങ്ങളും മാറുക.
അതിന് നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ ഉള്ളിടത്ത് പോയി തിരയണം. ആരാണ് ഈ മുന്നറിയിപ്പ് കൃത്യമായി ഖുർആനികമായിട്ട് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംഘടന ഏതാണ്, ആ സംഘടനയുടെ വക്താക്കൾ എവിടെയാണുള്ളത് എങ്കിൽ അവരെന്നെ ചേർത്തിട്ടില്ലെങ്കിലും ഞാൻ അതിലുണ്ട്. അങ്ങനെ ചില നിലപാടുകളൊക്കെ വേണ്ടി വരും. അവരിങ്ങനെ സ്വീകരിച്ചിരുത്തി നിങ്ങൾ അവിടെ ഇരിക്കട്ടോ ഇവിടെ ഇരിക്കട്ടോ ഒന്നും പറയുന്നില്ല, പറയേണ്ടതില്ല. എവിടെയാണോ കാത്തു കെട്ടിയിട്ട് അങ്ങനെ ഒരു മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടെ ആരും വന്നിട്ടില്ലെങ്കിലും നമ്മൾ പോയി പിറ്റേന്ന് പോവാണ്ടിരിക്കല്ലേ വേണ്ടത്, പിന്നെയും പോയി നോക്കണം. എന്നിട്ട് നമ്മൾ സംഘടിപ്പിക്കണം. മീറ്റിംഗ് ഒക്കെ ഉണ്ട് എന്ന് കേട്ടല്ലോ, എന്താണ് ഇത്രേ ഈ രീതിയിലേക്ക് വന്ന് എവിടെയാണ്? അതുകൊണ്ടാണ് 99 ആളെ കൊന്നവൻ അങ്ങോട്ട് ചെന്ന് അവൻ സന്നദ്ധമായി, എന്തിനാണെങ്കിലും അത് അങ്ങോട്ട് ചെന്ന് സന്നദ്ധമായത് കൊണ്ടാണ് അള്ളാഹു പുറത്തു കൊടുത്തത്. അതുകൊണ്ട് നിലപാട് പരിശോധിക്കണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടെ നിലപാട്, അല്ലെങ്കിൽ അതിനോട് വിഴ പറയണം, രാജി പറയണം. എന്നിട്ട് പറഞ്ഞിട്ട് പരസ്യമായി തന്നെ പറ്റുമെങ്കിൽ എന്നിട്ട് അണിചേരണം, ഇതിനോട് പിന്തുണക്കണം. ഇതാണ് റസൂൽ സഹാബികളുടെയും ഇത്തരം ഗുരുതരമായ കൽപ്പനകളിലുള്ള മാതൃക. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ കണ്ട് അതിനെ സമീപിക്കേണ്ട വിധം സമീപിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടുന്ന മഹാസൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.